ഇന്നലെ നമ്മൾ ത്രിമൂർത്തി കർത്തവ്യത്തിനെക്കുറിച്ച് പറയുകയായിരുന്നു അല്ലേ? ഭഗവാൻ എന്താ പറഞ്ഞത്? മക്കളെ, നിങ്ങൾ ബ്രഹ്മാവിനെ പോലെ ആത്മബോധത്തിലേക്ക് വരും, സദോഗുണിയാകും, നിങ്ങൾ തന്നെ വിഷ്ണുവാകും. ആ സദോഗുണി സ്ഥിതിയെ ഫുൾ ഡേ നിലനിർത്തും. ഡെയിലി വൈകുന്നേരം ചെക്ക് ആൻഡ് ചേഞ്ച്, ശങ്കരനെ പോലെ അല്ലേ? ഇന്ന് നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ആത്മാരാമനെക്കുറിച്ചും പരമാത്മാരാമനെക്കുറിച്ചും പറയുകയുണ്ടായി. ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു ഭാഗത്തേക്ക് കടക്കുകയാണ്. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കും. നമ്മുടെ ഋഷീശ്വരന്മാരാരാണോ ഈ ഇതിഹാസങ്ങൾ നമുക്ക് എഴുതി തന്നത്, പ്രത്യേകിച്ചും രാമായണം, മഹാഭാരതം, ഈ രണ്ട് ഇതിഹാസങ്ങളെ സസൂക്ഷ്മം പരിശോധിക്കുകയാണെങ്കിൽ ഋഷി ഭാവനകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ ഒരു കാര്യത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്തായാലും ഋഷിമാരുടെ ലക്ഷ്യം എന്താണ്? മനുഷ്യന് ശരിയായ ജീവിതമാർഗം കാണിച്ചു കൊടുക്കുക, തെറ്റിലേക്ക് പോകുന്നവരെ ശരിയിലേക്ക് ഡയറക്റ്റ് ചെയ്യുക, തെറ്റിനെക്കുറിച്ചും ശരിയെക്കുറിച്ചും ബോധവാനാക്കുക, തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കുക. ഇതിനുവേണ്ടി ആദ്യം ഒരു യഥാർത്ഥ സംഭവം അവരുടെ മനസ്സിൽ ഉണ്ടാക്കും. ആ സംഭവം പിന്നീട് എന്ത് ചെയ്യും? കഥയും ഉപകഥയും കഥാപാത്രങ്ങളും അതിശക്തിയും എല്ലാം കലർത്തി ഏതെല്ലാം കാര്യങ്ങളാണോ അവർക്കതിലൂടെ ആത്മീയ തത്വങ്ങൾ എന്തെല്ലാമാണോ അവതരിപ്പിക്കേണ്ടത് അതിനനുസരിച്ച് ധാരാളം ട്വിസ്റ്റുകൾ അതിനുള്ളിൽ ചേർത്തിട്ടാണ് നമുക്ക് മുന്നിൽ നൽകുന്നത്. ലക്ഷ്യം എന്താണ്? ആത്മീയമായ നവോത്ഥാനം മനുഷ്യനിലുണ്ടാക്കിയെടുക്കുക, ആത്മീയ രഹസ്യങ്ങൾ നമുക്ക് പകർന്നു തരിക. അതാണ് പരമോന്നത ലക്ഷ്യം. നമ്മളതുകൊണ്ട് രാമകഥ, കൃഷ്ണകഥ പറഞ്ഞിട്ട് കഥ മാത്രം കേട്ടുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ മഹാഭാരതത്തിൽ കൃഷ്ണൻ അത് ചെയ്തു, അർജുനൻ ഇങ്ങനെ ചെയ്തു, കഥയെ മാത്രം പുറമേ നമ്മൾ നോക്കുകയാണെങ്കിൽ പഴത്തിൻ്റെ തോല് കഴിക്കണ പോലെ ആകുള്ളൂ. നമ്മൾ ആ തോലിന് ഉള്ളിലിരിക്കുന്ന പഴം അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ വീണ്ടും അതിൻ്റെ ഉള്ളിലെ അരിമണികളെ പോലും നമുക്ക് കാണാൻ പറ്റും. നമുക്കതിൻ്റെ അന്തസത്തയാണ് അവർ യഥാർത്ഥത്തിൽ പ്രദാനം ചെയ്തത്. അപ്പം ആ അന്തസത്തെ മനസ്സിലാക്കണമെങ്കിൽ അതിനെല്ലാം ഉള്ളിലേക്ക് കടക്കണം. അതാണ് നമ്മൾ ഈ മാസത്തിൽ കർക്കിടക സത്സംഗത്തിലൂടെ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമി ഇങ്ങനെ പറഞ്ഞിരുന്നു, പുരാണ ഇതിഹാസങ്ങളുടെ കാട്ടിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ അതിലെ കഥകളും കഥാപാത്രങ്ങളും ആകുന്ന വന്യജീവികൾ നിങ്ങളെ ഭക്ഷിക്കാതിരിക്കണമെങ്കിൽ ജ്ഞാനമാകുന്ന വാള് നിങ്ങളുടെ കയ്യിൽ വേണം, യുക്തികൾ നിങ്ങളുടെ പക്കൽ വേണം. യുക്തിയാകുന്ന വാള് കയ്യിലില്ലെങ്കിൽ നിങ്ങൾ കഥകളുടെയും കഥാപാത്രങ്ങളും ആകുന്ന വന്യജീവികളുടെ ഭക്ഷണമായി പോകും. അതിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാമല്ലോ അല്ലേ പുരാണ ഇതിഹാസങ്ങളെ നമ്മളെങ്ങനെ സമീപിക്കണം. അപ്പം ഇന്ന് നമുക്ക് ജ്ഞാനമാകുന്ന വാളുപയോഗിച്ച് അല്ലേ ജ്ഞാനത്തിൻ്റെ ദൃഷ്ടികോണിലൂടെ അകക്കണ്ണ് തുറന്ന്, ഇപ്പം നമുക്കെല്ലാവർക്കും മൂന്നാം കണ്ണ് കിട്ടിയല്ലോ, അപ്പോൾ ഈ മൂന്നാം കണ്ണിലൂടെ ജ്ഞാനനേത്രത്തിലൂടെ നമുക്ക് രാമായണ കഥയിലേക്കൊന്ന് കടക്കാം. അപ്പോൾ രാമായണ കഥ എവിടെ ആരംഭിക്കുന്നത്? അയോധ്യ എന്ന് പറയുന്ന സുന്ദരമായ മനോഹരമായ അല്ലെ സാമ്രാജ്യത്തിലാണ്. അയോധ്യ എല്ലാം സമ്പൽ സമൃദ്ധമാണ്, സുഖശാന്തിമയമാണ്. എല്ലാവരും സന്തോഷത്തോടെ, രാജാവും പ്രജയും മക്കളും എല്ലാം അല്ലേ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു നല്ല രാജധാനിയിലാണ് കഥ ആരംഭിക്കുന്നത്. ആ രാജധാനിയുടെ പേരാണ്, രാജ്യത്തിൻ്റെ പേരാണ് അയോധ്യ.
അവിടെ കഥ തുടങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്താകും? കഥ എങ്ങോട്ടാണ് പോണേ അല്ലേ? കൈകേയി വരം ചോദിക്കുന്നതോടുകൂടി രാമന് കാട്ടിലേക്ക് പോവാണ്. പിന്നെ കഥ കാട്ടിലേക്കാണ്. രാമൻ കാട് കയറുകയാണ്, ധർമ്മം കാട്ടിലേക്ക് പോകുകയാണ്. അയോധ്യയിൽ നിന്ന് തുടങ്ങി പിന്നെ കാട്ടിലൂടെയാണ് കുറേ ദൂരം കഥ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ യാത്ര, കാനനത്തിലെ താമസം, അതിൻ്റെ ഇടയിൽ വരുന്ന പല പല സിറ്റുവേഷൻസ്, അതിലോരോന്നിലും അവരെങ്ങനെ അതിജീവിക്കുന്നു അല്ലേ? കുറച്ച് കഴിയുമ്പോൾ എന്താകും അല്ലേ? ശൂർപ്പണഖ കടന്നു വരും, പിന്നെ രാവണൻ കടന്നു വരും, സീതാപഹരണം നടക്കും അല്ല, സീതയെ രാവണൻ്റെ രാജ്യത്തിലേക്ക്, രാക്ഷസ രാജ്യത്തിലേക്ക് കൊണ്ടുപോകും. പിന്നെ കഥ നടക്കുന്നത് എവിടെയാണ്? രാക്ഷസ രാജ്യത്തിലാണ്. രാമനും വാനര സൈന്യവും വരെ എവിടെ എത്തും അല്ലേ? ആ രാക്ഷസ രാജ്യത്തിലെത്തും, ലങ്കയിലെത്തും. പിന്നെയോ യുദ്ധത്തിന് ശേഷം സീതയെ മോചിപ്പിച്ച്, രാവണനെ കൊന്ന് സീതയെ മോചിപ്പിച്ച് വീണ്ടും രാമൻ എവിടേക്ക് വരും? അയോധ്യയിലേക്ക് തിരിച്ചു വരും. അതോടുകൂടി കഥ തീരും അല്ലേ? ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അയോധ്യ, പിന്നെ കാട്, പിന്നെ രാക്ഷസരാജ്യം, വീണ്ടും അയോധ്യയിലേക്ക്. മുഖ്യമായിട്ട് 3 ഭാഗങ്ങളിലൂടെ കഥ നടന്നു പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ രാമായണ കഥ നമ്മൾ ആത്മാക്കളാകുന്ന രാമന്മാരുടെ അയനമാണ്. രാമായണമാണല്ലോ, രാമൻ്റെ അയനമാണ്. ഏത് രാമൻ? ആത്മാരാമൻ്റെ അയനം. നമ്മുടെ ജീവിതയാത്രയുടെ അനേക നിഗൂഢതകൾ നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ആത്മാരാമൻ്റെ 3 അവസ്ഥയാണ് നമുക്ക് ഈ 3 സ്ഥലങ്ങളിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ആദ്യത്തെ സ്ഥലം ഏതാണ്? ആത്മാവ്. നമുക്ക് മനസ്സിലാക്കിയിരുന്നു, നമ്മൾ ആത്മാക്കളെല്ലാവരും ആത്മലോകത്തിലായിരുന്നു ആദ്യം അല്ലേ? ആരോടൊപ്പം? പരമാത്മാവിനോടൊപ്പം, ഈശ്വരനോടൊപ്പമാണ്. വീട്ടിലിരുന്നവരാ. വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി എവിടെ വന്നു? ഈ നാടകശാലയിലെത്തി. ഈ നാടകശാലയിലേക്ക് നമ്മൾ വന്നു. അപ്പോൾ കഥയിൽ കാണിക്കുന്നത് എന്താണ്? അയോധ്യയിലെ കഥ ആരംഭിക്കുകയാണ്. അയോധ്യ യുദ്ധമില്ലാത്ത സ്ഥലം, സംഘർഷങ്ങളൊന്നുമില്ലാത്ത സ്ഥലം അല്ലേ? സംഘർഷമില്ലാത്ത മനസ്സുകൾ ചേരുമ്പോൾ എന്താകും? സമൂഹം അല്ലെ? ആ രാജധാനി മുഴുവൻ സംഘർഷമില്ലാത്തത്, സമാധാനവും സുഖവും ശാന്തിയും സന്തോഷവും സമ്പത്തും എല്ലാം ഉണ്ട്. ആ സമൃദ്ധിയോടു കൂടിയ ജീവിതമാണ് അല്ലേ? പ്രകൃതിയും അല്ലേ മനുഷ്യനും താദാത്മ്യം പ്രാപിച്ച് ജീവിക്കുന്ന വളരെ നല്ല സുന്ദരമായ ജീവിതം, ദുഃഖമില്ലാത്ത സമയം. അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് അയോധ്യ. നമ്മൾ ആത്മാക്കളാകുന്ന രാമന്മാരുടെ ജീവിതവും നമ്മൾ നോക്കിയ പരമാത്മാവിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യ ഭാഗത്തെ കാണിക്കുകയാണ്. ജീവിതത്തിൽ നമ്മുടെ ജീവിത നാടകത്തിൻ്റെ 1-2 ഭാഗം ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഈ സുഖവും ശാന്തിയും സന്തോഷവും നിറഞ്ഞ സുന്ദര ജീവിതത്തിലൂടെയാണ് കടന്നുപോയത്. ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും ഒക്കെ നമുക്കുണ്ടായിരുന്നു. എന്താ പ്രത്യേകത? ആ സമയത്തെ പ്രത്യേകത എന്താ? നമ്മളെല്ലാം സ്വരാജ്യാധികാരിയായിരുന്നു. ആത്മാവിന് ശരീരമാകുന്ന രാജ്യത്തിൻ്റെ മേൽ നിയന്ത്രണം ഉണ്ടായിരുന്നു. അതിനാൽ വിശ്വരാജ്യാധികാരി എന്നാ പറയാ ഭഗവാൻ എപ്പോഴും മഹാവാക്യത്തിൽ. വിശ്വം ഒരു രാജ്യം പോലെയായിരുന്നു. മുഴുവൻ ലോകം ഒരു രാജ്യമായിട്ട് നിലനിന്നിരുന്ന സമയമാണ്. ആ സുന്ദരമായ സമയം അതാണ് നമുക്ക് ഈ ജീവിത നാടകശാലയിലെ 1-2 ഭാഗം. അതിനെ സത്യത്രേതായുഗം എന്നറിയപ്പെടും. ആ സുന്ദരമായ കാലഘട്ടത്തിൽ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ടാവും, ഇത്രയും സുഖശാന്തിമയമായ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുഖ്യ ഭാഗം എവിടെയാണ് നടക്കുന്നത്? ഏറ്റവും ശ്രേഷ്ഠ സമയം. ആത്മാവ് ഫുൾ ചാർജ്ഡ് ബാറ്ററി പോലെയായിരുന്നു. പ്രകൃതിയും നമുക്ക് സമ്പൂർണ്ണ സഹയോഗി. ആത്മാവും ശരീരമാകുന്ന പ്രകൃതിയും തമ്മിൽ നല്ല സിംഫണിയാണ് അവിടെ, നല്ല ഒത്തിണക്കമാണ്. മനുഷ്യനും തമ്മിലും ഒത്തിണങ്ങിയിട്ടുള്ള ജീവിതമാണ്. ഒരു തരത്തിലുള്ള പീഡനവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒട്ടിപ്പിടുത്തവും
ആകർഷണവും വികർഷണവും ഒന്നുമില്ല. എന്താ കാരണം? എന്തുകൊണ്ടെന്നാൽ ആത്മാവ് അല്ലേ ഫുൾ ചാർജ്ഡ്, ഫ്രഷ് ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയല്ലേ. പവർ ഹൗസിൽ നിന്ന് ഇറങ്ങി വന്നതേ ഉള്ളൂ. ഫ്രഷ് ബാറ്ററിയാണ്. കവർ പൊട്ടിച്ചിട്ടൊരു ബാറ്ററി എടുത്ത് നമ്മളൊരു ടോർച്ചിലിടുമ്പോൾ എങ്ങനെയാണ്? ഫുൾ പ്രകാശമല്ലേ. അതേപോലെ നമ്മളിൽ നിന്ന് സദോ ഗുണങ്ങളുടെ വെളിച്ചമാണ് അവിടെ, 7 ഗുണങ്ങൾ. അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മളെ സദോ ഗുണി എന്നാണ് വിളിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, സദോ ഗുണി, രജോ ഗുണി, തമോ ഗുണി. അപ്പോൾ സത്യത്രേത യുഗം, ഈ 2 യുഗങ്ങളിൽ നമ്മുടെ ജീവിതത്തെയാണ് ആ സദോ ഗുണി ജീവിതം, ഫുൾ പ്രകാശം, 7 ഗുണങ്ങളും അല്ലെ ഫുള്ളായിട്ട് പ്രകാശിച്ചിരുന്നു നമ്മുടെ കർമ്മങ്ങളിൽ, വ്യവഹാരങ്ങളിൽ. അതിനുശേഷം എന്ത് സംഭവിക്കും അല്ലേ? പതുക്കെ പതുക്കെ എന്താകും? ബാറ്ററിയുടെ ചാർജ് കുറയാൻ തുടങ്ങും. അതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ചിത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം അല്ല, ഒരു ചക്രിക പ്രക്രിയയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ചക്രം കാണുന്നില്ലേ കറങ്ങണേ? അപ്പോൾ ആദ്യത്തെ 1ഉം 2ഉം ഭാഗം സത്യത്രേതായുഗത്തിന് ശേഷം, അയോധ്യയ്ക്ക് ശേഷം പതുക്കെ എന്ത് ചെയ്യാണ് അല്ലേ? ധർമ്മം കാട് കയറുന്നതാണ് കാണിച്ചിരിക്കുന്നത് 3ആം ഭാഗത്ത്. അതിനെയാണ് ദ്വാപരയുഗം എന്ന് പറയുന്നത്. ധർമ്മം കാട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സദോ ഗുണങ്ങളുടെ വെളിച്ചം കുറയാൻ. ഈ 7 ഗുണങ്ങളാണല്ലോ നമ്മുടെ ധർമ്മം. അത് പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങി. എങ്ങനെ? ജന്മങ്ങളെടുത്ത് അല്ലേ, നമ്മളൊരു സ്വർണം തന്നെ എടുത്ത് അഴിച്ചു പണിയാണെങ്കിൽ എന്താ സംഭവിക്കുക? മാറ്റ് കുറയില്ലേ? അതേപോലെ ആത്മാവിൻ്റെ ബാറ്ററിയിലെ ചാർജ് കുറഞ്ഞ് അല്ലേ, സദോ ഗുണങ്ങളുടെ വെളിച്ചം കുറഞ്ഞ് ദ്വാപരയുഗത്തെയാണ് കാണിച്ചിരിക്കുന്നത്. ധർമ്മം കാട് കയറി. കാട്ടിലാരാ ഉള്ളത്? കാട്ടിലിരുട്ടാണ്. മേലെ സൂര്യനുണ്ടെങ്കിലും വെളിച്ചം ഉള്ളിലേക്ക് വരില്ല. കാട്ടിലെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താ? വഴി അറിയില്ല. കാട്ടിൻ്റെ ഉള്ളിൽ കയറിയാൽ കുടുങ്ങിപ്പോവും, പുറത്തേക്ക് വരാൻ പറ്റില്ല. കാട്ടിൻ്റെ ഉള്ളിലെ ജീവിതം എങ്ങനെയാണ്? കാട്ടിൻ്റെ ഉള്ളിലുള്ളത് വന്യമൃഗങ്ങളാണ്. കാടത്ത ജീവിതമാണ്. നമുക്കും സംഭവിച്ചത് അത് തന്നെയാണ്. ദ്വാപരയുഗം മുതൽ പതുക്കെ ധർമ്മം കാട് കയറി, ധർമ്മം നഷ്ടപ്പെട്ടു. അധാർമികത ശരീരബോധത്തിലേക്ക് വന്നപ്പോൾ ഇരുട്ടിലൂടെ, കാരണം ഞാൻ ആത്മാവ് വെളിച്ചമാണെന്ന ബോധം പോയതും എന്തായി? നമ്മുടെ ജീവിതം പതുക്കെ ഇരുട്ടിലേക്ക് വരാൻ തുടങ്ങി. അതാണ് 3ആം ഭാഗം കാണിച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത എന്താ? വീണ്ടും ചക്രമാണ്, കറങ്ങുകയല്ലേ. 3ആം ഭാഗം കഴിഞ്ഞ് വീണ്ടും 4ആം ഭാഗത്തെ കാണിച്ചിരിക്കുകയാണ്. 4ആം ഭാഗത്തിൻ്റെ പ്രത്യേകത എന്താ അല്ലേ? കാട്ടിൽ രാക്ഷസന്മാരുടെ പിടിയിൽ അകപ്പെട്ട് രാക്ഷസീയ ജീവിതം, അതിൻ്റെ അല്ലേ തമോ ഗുണി ജീവിതം അതിൻ്റെ മൂർധന്യത്തിലെത്തുന്ന സമയമാണ് കലിയുഗം. ദ്വാപരയുഗ സമയത്ത് എന്താ? രജോ ഗുണി അവസ്ഥയാണ്. കുറച്ച് പ്ലസ്സും കുറച്ച് മൈനസും ഉണ്ട്. അപ്പോഴും പ്ലസ്സുകൾ കൂടുതലുണ്ടായിരുന്നു നമ്മളിൽ. പക്ഷെ കലിയുഗത്തിലെത്തിയപ്പോൾ എന്തായി അല്ലേ? പ്ലസ്സുകളുടെ എണ്ണം കുറഞ്ഞു, മൈനസുകളുടെ എണ്ണം കൂടി, ഇരുട്ട് കൂടി, വെളിച്ചം കുറഞ്ഞു. ബാറ്ററി ഏറ്റവും ലോ ലെവലിലേക്ക് എത്തി, ലോ ലെവൽ. അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മൾ നോക്കുമ്പോൾ രാക്ഷസ രാജ്യം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? സമ്പൂർണമായി ദേഹബോധത്തിൽ. രാക്ഷസന്മാരെന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്. ശരീരമാണ് എല്ലാം എന്ന് വിചാരിച്ച് ശാരീരികമായ കാര്യങ്ങൾ, ശരീരബലം, ശരീര സൗന്ദര്യം, ശരീരവുമായി ബന്ധപ്പെട്ട പദവിയും പൈസയും, ഇതൊക്കെ തന്നെയാണ് ജീവിതത്തിലെല്ലാം. വികാരങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ജീവിതം. അങ്ങനെ കലിയുഗത്തിൻ്റെ അവസാനം എത്തിയപ്പോൾ എന്താ സംഭവിച്ചേ? നമ്മളെല്ലാവരും രാക്ഷസ രാജ്യത്തിൽ, ലങ്കയിൽ കുടുങ്ങിയിരിക്കുകയാണിപ്പോൾ. ആത്മാക്കളാകുന്ന സീതമാരെല്ലാം രാവണൻ്റെ ജയിലിൽ കുടുങ്ങി. എന്നല്ല നമ്മൾ മനസ്സിലാക്കിയില്ലേ? പൂർണ്ണമായിട്ട് ഇരുട്ടിലേക്ക് വന്നു. ബാറ്ററി ചാർജ് കംപ്ലീറ്റ് ഡിസ്ചാർജായ അവസ്ഥയിലാണ്. അതാണ് ഇരുട്ട്. അതിനെയാണ് തമോ ഗുണി ജീവിതം എന്ന് പറയുന്നത്, തമോ അവസ്ഥ. അപ്പോൾ ഈ കാലചക്രത്തിൽ നമ്മൾ കാണുന്നത് അല്ല, നിങ്ങൾ ചിത്രം നോക്കൂ. ആദ്യത്തെ പകുതി എന്താണ്? സത്യത്രേതായുഗങ്ങളിൽ നമ്മുടെ ജീവിതം വെളിച്ചത്തിലായിരുന്നു. അടുത്ത പകുതിയിൽ നോക്കിയാൽ ഇരുട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ആത്മാക്കളാകുന്ന നമ്മൾ രാമന്മാർ അയോധ്യയിൽ നിന്ന് ജീവിതം ആരംഭിച്ച് അല്ലേ കാട്ടിലെത്തി, പിന്നെ കാടത്തെ സംസ്കാരത്തിൽ പെട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ചക്രമല്ലേ? ചിത്രത്തിൽ ശ്രദ്ധിച്ചോളൂ നിങ്ങൾ.
പരമാത്മാവിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി വന്ന നമ്മൾ ആത്മാക്കൾ ഈ യാത്ര പൂർത്തിയാക്കിയിട്ട് ചാക്രിക പ്രക്രിയയുടെ ഈ അവസാന സമയം, കലിയുഗത്തിൻ്റെ ഈ ലാസ്റ്റ് ടൈമിൽ ചാർജ് പോയ നമുക്ക് എന്ത് ചെയ്യണം? റീചാർജ് ചെയ്യണം. ബാറ്ററി റീചാർജബിളാണ്. റീചാർജ് ചെയ്യണമെങ്കിൽ പരമാത്മാവിൻ്റെ സഹായം വേണം. അതുകൊണ്ട് പരമാത്മാവിൻ്റെ സഹായത്തോടു കൂടി ബാറ്ററി റീചാർജ് ആകുന്ന ടൈമാണിത്. അതാണ് ഈ സമയത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഈ സമയത്തിനൊരു പേരുണ്ട്, സംഗമയുഗം. സാധാരണ നമ്മൾ കേട്ടിട്ടില്ലേ, യുഗം 4 നല്ലു കലിയുഗം എന്നാ പറയാം. എന്താ കലിയുഗത്തിൻ്റെ നന്മ അല്ലേ? കലിയുഗത്തിൻ്റെ നന്മയാണ് സ്വയം പരമാത്മാവിൽ കണക്ട് ചെയ്ത് നമ്മൾ റീചാർജ് ആകുന്ന ടൈമാണ്. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ രാമായണം നൽകുന്ന സന്ദേശം ആത്മാക്കളാകുന്ന രാമന്മാരുടെ അയനമാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ഘടികാരത്തോട്, വാച്ചിനോട് ഉപമിച്ചിരിക്കുകയാണ്. രാവിലെ മുതൽ നമ്മളെല്ലാവരും എല്ലാം ചെയ്യുന്നത് വാച്ച് നോക്കിയിട്ടാണല്ലോ അല്ലേ? സമയം എത്രയായി. ഇപ്പോഴും നിങ്ങൾ നോക്കണുണ്ടാവും. ഇപ്പോൾ സമയം എത്രയാണ്? 7 അല്ലേ 29 ഇപ്പോൾ ടൈം. ഇത് 24 മണിക്കൂറിൻ്റെ വാച്ചിൽ നോക്കുമ്പോൾ ഇപ്പോൾ 7:29. ഒരാഴ്ചയിൽ അല്ലേ നോക്കുകയാണെങ്കിലോ, ആഴ്ചയുടെ ചക്രത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അതേപോലെ കുറച്ചും കൂടെ വലിയ സമയമാണ് മാസങ്ങൾ അല്ലേ? മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ജൂലൈ മാസമാണ്, അല്ലെങ്കിൽ കർക്കിടക മാസമാണ് മലയാളത്തിൽ അല്ലേ? വർഷവും ഇതേപോലെയാണ്. 365 ദിവസം ചേരുമ്പോൾ വർഷമാണ്. ഒരു വർഷം പൂർത്തിയാകുമ്പോൾ വീണ്ടും എന്താവും? അടുത്ത വർഷം വരും. കുറച്ചുകൂടെ വലിയ കാലയളവ് ഇല്ലേ? അപ്പോൾ ഈ വിശ്വഘടികാരം നമുക്ക് പറഞ്ഞു തരുന്ന സമയം, ഈ വാച്ച് നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യം എന്താണ് അല്ലേ? സമയം ചാക്രികമാണ്. 24 മണിക്കൂർ കഴിയുമ്പോൾ ഒരു ദിവസം പൂർത്തിയാക്കും. ആ ഒരു ദിവസം പൂർത്തിയാകുന്നത് തന്നെ എങ്ങനെയാണ്? വാച്ചിൽ നോക്കൂ അല്ലേ? രാവിലെ തൊട്ട് വൈകിട്ട് വരെ പ്രകാശം, പിന്നെ വൈകുന്നേരം കഴിഞ്ഞാൽ പിന്നെ സന്ധ്യയായി കഴിഞ്ഞാൽ അല്ലേ ഇപ്പോൾ ഇരുട്ടായി തുടങ്ങി. ഇനി രാവിലെ പ്രഭാതം, സൂര്യൻ ഉദിക്കുന്നവരെ ഇരുട്ടിലൂടെയാണ്. അപ്പോൾ ഇതൊരു ചക്രമാണ്, ദിനരാത്ര ചക്രം, 24 മണിക്കൂറിൻ്റെ. അപ്പോൾ ടോട്ടൽ പ്രതിഭാസം നമ്മൾ നോക്കുകയാണെങ്കിൽ സമയത്തിൻ്റെ പ്രതിഭാസമെല്ലാം ചാക്രികമായിട്ട് നമുക്കിവിടെ കാണാം. കാലാവസ്ഥയും നോക്കൂ, ഋതുഭേദങ്ങളും 4 ഋതുക്കൾ ചക്രികമായിട്ട് പോണത് കാണും അല്ലേ? അപ്പോൾ ഈ വിശ്വഘടികാരം നമ്മളോട് പറയുകയാണ്, മക്കളെ നിങ്ങൾ സമയം ഒന്ന് നോക്കൂ. ഇപ്പോൾ വാച്ചിൽ അല്ലേ 24 മണിക്കൂറിൻ്റെ ചക്രം 60 സെക്കൻഡിൽ നോക്കിക്കഴിഞ്ഞാലും 60 സെക്കൻഡ് 1 മിനിറ്റ് അല്ലേ? പിന്നെ 60 മിനിറ്റ് 1 മണിക്കൂർ, അതും ചക്രികമാണ്. 24 മണിക്കൂർ അല്ലേ ഒരു ദിവസം, പിന്നെ 30 ദിവസം ഒരു മാസം, 7 ദിവസം ഒരാഴ്ച, 365 ദിവസം ഒരു വർഷം. അത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ചക്രിക പ്രക്രിയയിൽ തനിയാവർത്തനമാണ്. അപ്പോൾ ഈ ചിത്രത്തിലൂടെ നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നത്, മക്കളെ നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന്, ആദ്യം നമ്മൾ എവിടെയായിരുന്നു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ്, മുകൾ ഭാഗത്ത് എന്താ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്? ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഈ ചിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മൾ ആദ്യം വീട്ടിലായിരുന്നു, പരമാത്മാവിൻ്റെ അടുത്ത്, ഈശ്വരൻ്റെ അടുത്ത്. അതാണ് ചുവപ്പ് നിറത്തിൽ കാണിച്ചിരിക്കുന്ന പരംധാമമാകുന്ന നമ്മുടെ വീടാണ്. വീട്ടിൽ നമ്മളെല്ലാവരും ഈശ്വരനോടൊപ്പം ഇരുന്ന മക്കളാണ്. അവിടുന്ന് ചക്രത്തിലേക്ക് ഇറങ്ങി വന്നു, നാടകശാലയെ കാണിച്ചിരിക്കുകയാണ്, ഈ മനുഷ്യ സൃഷ്ടിയെ കാണിച്ചിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ഭാഗം സത്യുഗം, രണ്ടാമത്തെ ഭാഗം ത്രേതായുഗം. അപ്പം ഈ 1, 2 ഭാഗങ്ങളിലായിരുന്നു നമ്മുടെ ബാറ്ററിക്ക് ചാർജ് ഉണ്ടായിരുന്നു, ഫുൾ ചാർജ്ഡ് ആയിരുന്നു. പതുക്കെയാണ് എന്ത് ചെയ്യുക? ചാർജ് കുറഞ്ഞു വരിക. ദ്വാപരയുഗ സമയമാകുമ്പോഴെന്താ സംഭവിക്കുക അല്ല? ചാർജ് പകുതിയോളം നമ്മുടെ പോകും. അപ്പോഴാണ് സതുവിൽ നിന്ന് രജു എന്ന് പറഞ്ഞത്. പിന്നെ കലിയുഗമായപ്പോഴെന്തായി ആത്മാവിൻ്റെ അവസ്ഥ? നിറം കണ്ടില്ലേ? കറുപ്പ് നിറത്തിലെ കാണിച്ചിരിക്കണം, ക്ലാവ് കുറച്ചധികം പിടിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം സംഗമം, കലിയുഗത്തിൻ്റെ തന്നെ ലാസ്റ്റ് നാളുകൾ. ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പോൾ കലിയുഗം എന്ന് പറയുന്നതിനേക്കാൾ ഇപ്പം നമ്മൾ എന്താ പറയുക ഈ കാലത്തിന് എല്ലാവരും? ഇത് കൊറോണ കാലം. ഇപ്പോൾ ഈ 1.5 വർഷം കൊണ്ട് നമ്മൾ അങ്ങനെയാണ് പറയണേ. കാരണം ഇപ്പം മെയിൻ റോൾ ആരുടേതാണ്?
കൊറോണയുടെയാണ് അല്ലേ. അതുകൊണ്ട് കൊറോണ കാലം എന്ന് പറയും. ഓരോരുത്തർക്കും ഓരോ കാലഘട്ടം. ആരെങ്കിലും നല്ല രാജാക്കന്മാർ ഭരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലഘട്ടം അല്ലേ, യുഗപുരുഷൻ എന്ന് പറഞ്ഞ് ഓരോരുത്തർ വരുമ്പോൾ അവരുടെ കാലം എന്ന് പറയും. അതേപോലെ കലിയുഗത്തിൻ്റെ ഈ അവസാന നാളുകളിൽ നമുക്കിപ്പോൾ ഈ പകർച്ചവ്യാധിയും രോഗകഷ്ടങ്ങളും കണ്ട് നമ്മളിത് അല്ല രോഗാണുവിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. ഈ സമയത്തെ ഭഗവാൻ പറയുന്നത് മക്കളെ ഈ സമയം സംഗമയുഗമാണ്. എന്താ സംഗമം? നമ്മൾ ആത്മാക്കളും പരമാത്മാവും കൂടി സംഗമിക്കുന്ന സമയമാണ്. ഈ സമയത്താണ് ആത്മാക്കളാകുന്ന നമുക്ക് രാമന്മാർക്ക് അല്ലെ പരമാത്മാവിൽ പ്ലഗ് ചെയ്യാനുള്ള സമയം. അതാണ് ആ ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കൂ, ഒരു പ്ലഗ് പോയിൻ്റ് കാണിച്ചിട്ടില്ലേ, 2 പിന്നാണ്. നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും ഉപയോഗിച്ച് ആത്മാവാകുന്ന ഈ രാമന് പരമാത്മാവിൽ കണക്ട് ചെയ്ത് ബാറ്ററി ചാർജ് ചെയ്യണം. നോക്കൂ, നമ്മൾ ഇറങ്ങാൻ പടി ഇറങ്ങി വരാൻ ചക്രം ചുറ്റി താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് സഹായമൊന്നും വേണ്ടി വന്നില്ല. കാരണം എന്താ, ജനന മരണ ചക്രത്തിൽ സ്വാഭാവികമായിട്ട് ഡിസ്ചാർജ് ആയി ബാറ്ററി. നമ്മളങ്ങനെയല്ലേ, ബാറ്ററി ഉപയോഗിക്കും തോറും എന്താകും, ഡിസ്ചാർജ് ആകും. ഉപയോഗമുണ്ട് ദുരുപയോഗമുണ്ട്. 2 ചെയ്താലും ചാർജ് കുറയും, ദുരുപയോഗം ചെയ്താലും ഉപയോഗം ചെയ്താലും ചാർജ് കുറയും. അതുതന്നെ നമുക്ക് സംഭവിച്ചത്. ചിലതൊക്കെ നമ്മൾ ഉപയോഗിച്ചു, ചിലതൊക്കെ ദുരുപയോഗം ചെയ്തു, എങ്ങനെയായാലും ചാർജ് കുറഞ്ഞു. പക്ഷെ ചാർജ് കുറഞ്ഞ നമുക്ക് വീണ്ടും ചാർജ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. ബാറ്ററിക്ക് എന്ത് വേണം, ഒരു പ്ലഗ് പോയിൻ്റ് വേണം, പിന്നും വേണം പ്ലഗ് പോയിൻറ്റും വേണം. നമുക്കുള്ള പ്ലഗ് പോയിൻ്റ് ആരാണ്? പരംപിത പരമാത്മാവാണ്. അതാണ് നമ്മുടെ പവർ ഹൗസ്. ആ പവർ ഹൗസിലേക്ക് കണക്ട് ചെയ്താലേ നമുക്ക് അല്ലേ വീണ്ടും ചാർജ് ലഭിക്കുള്ളൂ. പക്ഷേ ഇത്രയും കാലം കൊണ്ട് നമ്മളെല്ലാവരും ഇവിടെ ഈ നാടകശാലയിൽ തന്നെ ചാർജ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലേ, ഭാര്യ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് ചാർജ് ചോദിക്കുക, ഭർത്താവ് ഭാര്യയുടെ അടുത്തുനിന്ന് ചോദിക്കുക അല്ലേ, എന്നെ സ്നേഹിക്കുക, എന്നെ ബഹുമാനിക്കുക, എനിക്ക് തരുന്നില്ല അല്ലേ, പിടിച്ചു വാങ്ങാനുള്ള ശ്രമം. നമ്മൾ ബാറ്ററി ടു ബാറ്ററി ചാർജ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ എല്ലാ ബാറ്ററികളുടെ അവസ്ഥ എന്താണ്? ഡിസ്ചാർജ്ഡ് അവസ്ഥയാണ്. പിന്നെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇത് സമയമാണ്. ഭഗവാൻ എന്താ പറയണേ, മക്കളെ ഇത് സംഗമയുഗമാണ്. ആത്മാക്കൾക്ക് പരമാത്മാവുമായി സംഗമിക്കാനുള്ള ടൈമാണ്. പിന്നെ ഈ സമയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഭഗവാൻ പറയുന്നത് ഈ സമയമാണ് ഈ ചാക്രിക പ്രക്രിയയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, സ്വസ്തികയുടെ ചിഹ്നം കാണിച്ചിരിക്കണേ, കാലത്തെ ചക്രത്തോട് ഉപമിച്ചിരിക്കുകയാണ്, സ്വസ്തികയോട് ഉപമിച്ചിരിക്കുകയാണ്. ഈ 4 യുഗങ്ങളിലൂടെ നമ്മൾ കറങ്ങുന്ന സമയത്ത് എന്താ സംഭവിച്ചിരിക്കണേ? ഒരു കൽപ്പം, കലിയുഗത്തോടു കൂടി ഒരു കൽപ്പം പൂർത്തിയാക്കണം. ചക്രം ഒരു തവണ പൂർത്തിയാക്കും. പക്ഷേ ചക്രികയല്ലേ, അവിടെ നിൽക്കില്ലല്ലോ. വീണ്ടും ഓട്ടോമാറ്റിക്കലി എന്താ, കലിയുഗത്തിന് ശേഷം അടുത്തത് സത്യുഗമാണ്. ചക്രികം എന്ന് പറഞ്ഞാൽ തന്നെ അല്ലേ കറങ്ങിക്കൊണ്ടേയിരിക്കും. അനാദി എന്നാണ് ഭഗവാൻ പറയുന്നത്. അനാദി കാലം അനാദിയായിട്ടാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കലിയുഗത്തിലെത്തിയിട്ട് സൂചി അവിടെ നിൽക്കില്ലല്ലോ. വീണ്ടും എന്താ സംഭവിക്കണേ? അടുത്തത് ഏതാണ്? സംഗമയുഗം, പിന്നെ സത്യുഗം, വീണ്ടും ത്രേത, ദ്വാപരം, കലി. സംഗമത്തിൽ റീചാർജ് ചെയ്യും. വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം? റീചാർജ് ചെയ്തിട്ട് എല്ലാവർക്കും ഒന്ന് വീട്ടിൽ പോകാം. ഈ നാടകശാലയിൽ നമ്മൾ നാടകം കളിക്കാൻ ഇറങ്ങി വന്നിട്ട് റീചാർജ് ചെയ്ത് വീട്ടിൽ പോകുന്ന സമയമാണിത്. അതാണ് ഈ സംഗമയുഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ സമയത്തെ അല്ലേ കലിയുഗം, നല്ല യുഗം എന്ന് പറയാൻ കാരണം. ശരിക്കും പറഞ്ഞാൽ കലഹക്ലേശത്തിൻ്റെ യുഗം എന്നും പറയും ശാസ്ത്രത്തിൽ. പക്ഷേ ഈ സമയത്തെ നന്മ എന്താണ്? ഇവിടെ നമ്മൾ നാടകം പൂർത്തിയാക്കിയിട്ട് പരമാത്മാവിൻ്റെ അടുത്തേക്ക് വീട്ടിലേക്ക് പോകുന്ന സമയം ഇതാണ്. അതാണ് ഈ സമയത്തിൻ്റെ നന്മ. കാരണം നമ്മൾ വളരെ കാലങ്ങൾ കൊണ്ട് ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, കൊണ്ടുപോണേ. നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി ഭഗവാൻ വരുന്നതും നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്ന സമയം ഈ സംഗമയുഗമാണ്. അതാണ് ഈ സമയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് ഈ സമയത്ത് സംഗമയുഗത്തിൽ ഭഗവാൻ പറയുന്നത്, മക്കളെ ഈ സമയം കല്യാണകാരി സമയമാണ്, മംഗളകാരിയായ സമയം. എന്താ മംഗളം? ചാർജ് പോയ നമുക്ക് ചാർജ് കിട്ടും. അടുത്ത മംഗളം എന്താ? നമുക്ക് ആത്മാക്കളാകുന്ന രാമന്മാർക്ക് പരമാത്മാ രാമൻ്റെ അടുത്തേക്ക് വീട്ടിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. അച്ഛൻ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്ന സമയമാണ്. കുറച്ച് സമയം വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് എവിടേക്ക് വരാം? അല്ലെ, വീണ്ടും സത്യുഗാണ് വരാൻ പോണത്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് ഇപ്പോൾ പേടിയില്ല,
ഇനി നാളെ എന്താ നോക്കൂ, കൊറോണ 1.5 വർഷം ഇതുവരെ മാറണില്ല. ലോകത്തിൽ എന്തൊക്കെ കഷ്ടമാണ്. ഒരു ഭാഗത്ത് രോഗം, ഒരു ഭാഗത്ത് പ്രകൃതിക്ഷോഭം, മഴ, കൊടുങ്കാറ്റ്, തീക്കാറ്റ്, എന്തെല്ലാമാണ് അല്ലേ. അതുകൊണ്ട് ആൾക്കാർ ചോദിക്കാറില്ലേ, ഇത് ലോകാവസാനത്തിൻ്റെ സമയമാണോ? ഭഗവാൻ പറയണ അവസാനമല്ല, പിന്നെ അവസാനമാണ്. ഇതിൻ്റെ നാടകം ഒരു തവണ പൂർത്തിയാക്കും. നാടകത്തിൻ്റെ അന്ത്യ ടൈമാണ്. പക്ഷെ കാലം അനാദിയായതുകൊണ്ട് സത്യത്രേത അല്ലേ, ദ്വാപരം, കലി 4 ഭാഗങ്ങളിൽ നാടകം ഒരു തവണ പൂർത്തിയായിട്ട് നമ്മൾ അഭിനേതാക്കളെല്ലാം വീട്ടിൽ പോയി അല്പം റെസ്റ്റ് എടുത്തിട്ട് വിശ്രമിച്ചിട്ട് വീണ്ടും എവിടേക്ക് വരും? സത്യം 1-ാം ഭാഗത്തിലേക്കാണ് വരണേ. അപ്പം അതുകൊണ്ട് നാളുകൾ എന്താ? ഇതാണ് മംഗളം. ഭഗവാൻ പറയണേ നാളുകൾ സത്യുഗമാണ്. ഇന്നത്തെ കറുപ്പ് ദിനങ്ങൾ മാറിയിട്ട് നാളെ വരുന്നത് സുവർണ പ്രകാശത്തിൻ്റെ ദിനം. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, സത്യധർമ്മത്തിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ എന്തായി? ഇതേറ്റവും വലിയ മംഗളമല്ലേ? അപ്പോൾ വരാൻ പോകുന്ന നാളുകൾ എന്താണ്? നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അയ്യോ എന്താകും. എന്താ വരാൻ പോണേ? നാളുകൾ നന്മയുടെയാണ്. പക്ഷെ നന്മ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ചക്രം കാണണം, എന്നാലേ നന്മ കാണാൻ പറ്റും. അതുകൊണ്ട് ഭഗവാൻ പറയണ, മക്കളെ നിങ്ങൾ ആകുന്ന നാടകത്തിൻ്റെ ചക്രത്തെ ഒന്ന് നോക്കൂ. ചക്രീയ പ്രക്രിയയാണ്. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ മാത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഷ്ടവും ദുരിതവും ബുദ്ധിമുട്ടും ഇതേ കാണുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ പറയണ സ്വദർശനം ചെയ്യൂ. എവിടെ ദർശിക്കണം? സ്വദർശനം. എവിടെ? ഈ കാലചക്രത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ കാണാം. ആത്മാവാകുന്ന രാമൻ്റെ അയനത്തെ നിങ്ങൾ ദർശിക്കൂ. അപ്പോഴും നിങ്ങൾക്ക് മംഗളം കാണാം. ഇത് വീട്ടിൽ പോകാനുള്ള സമയമാണ്, നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോണ സമയമാണ് അല്ലേ. അതാണ് ഈ സമയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെയോ സുവർണ പ്രഭാതം പുലരാൻ പോവാണ്. രാത്രി പൂർത്തിയാക്കുകയാണ് മക്കളെ. വീണ്ടും അയോധ്യ വരാൻ പോവാണ്. സത്യത്രേതായുഗമാണ് അയോധ്യ, സുവർണ പ്രഭാതം. പക്ഷേ ഇത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഒന്ന് സ്വദർശനം ചെയ്യണം, ആത്മദർശനം ചെയ്യണം. ആത്മാവായ ഞാൻ എൻ്റെ ജീവിത ദർശനം നടത്തണം. വീട്ടിൽ നിന്നിറങ്ങി ഈ കാലചക്രത്തിലൂടെയുള്ള നമ്മുടെ യാത്ര. പിന്നെ ഭഗവാൻ പറയണേ സുദർശനം ചെയ്യും. അതിനാണ് ഈ ചക്രത്തിൻ്റെ അറിവ്. നന്മയെ കാണും, മംഗളത്തെ കാണും. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഭഗവാൻ പറയുന്നത്, മക്കളെ മംഗളം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മംഗളമേ സംഭവിക്കൂ. സംഭവിച്ച എല്ലാ കാര്യങ്ങളിലും മംഗളമുണ്ട്. സംഭവിച്ചു കഴിഞ്ഞതിലും മംഗളമുണ്ട്, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിലും മംഗളമുണ്ട്. ഭഗവാൻ പറയണത് ഇനി വരാൻ പോകുന്നതിലും മംഗളമുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ. കൊറോണ എന്ന് പറഞ്ഞാൽ മുഴുവൻ ലോകത്തിന് കഷ്ടം തന്ന ഒരു കാലമാണ് അല്ലേ. ഒരു രോഗാണുവാണ്. പക്ഷേ ഈ 1.5 വർഷ കാലഘട്ടത്തിൽ നിങ്ങളെല്ലാവരും ഇന്ന് ഈ ഗൃഹപാഠം ചെയ്തു നോക്കൂ. ഈ 1.5 വർഷക്കാലം, കൊറോണ കാലം എന്തെല്ലാം നന്മകൾ എനിക്ക് തന്നു അല്ലേ. ഇതിൽ നിന്ന് എന്തെല്ലാം പോസിറ്റീവ് നമുക്ക് കിട്ടി. ഒന്ന് ചിന്തിച്ച് നോക്കൂ, എഴുതി നോക്കൂ. അപ്പോൾ അറിയാൻ പറ്റും അല്ലേ അമംഗളത്തിൻ്റെ പിന്നിലെ മംഗളം എന്തെല്ലാമാണ്. പക്ഷെ ആ മംഗളം കാണാൻ എന്ത് ചെയ്യണം? നമ്മൾ സുദർശനം, നല്ലതിനെ കാണണം അല്ലേ കാലചക്രത്തിൽ. അതുകൊണ്ടാണ് സ്വസ്തിക വരയ്ക്കുന്നത് ഈ രീതിയിലാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ? സ്വസ്തിക ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. സ്വസ്തികയുടെ രൂപത്തിൽ കാലചക്രത്തെ അതുകൊണ്ടാണ് കാണിച്ചിരിക്കുന്നത്. ഭഗവാൻ പറയുന്നത് ശുഭം ലാഭം. സ്വസ്തികയുടെ മീനിങ് അതല്ലേ, ശുഭം ലാഭം. അതുകൊണ്ടാണ് കച്ചവടക്കാരൊക്കെ കണക്ക് പുസ്തകം, പുതിയ പുസ്തകം എടുക്കുമ്പോൾ ആദ്യത്തെ പേജിൽ സ്വസ്തികയിൽ വരയ്ക്കണം. എന്നിട്ട് എന്താ എഴുതുക? ശുഭം ലാഭം. ശുഭമേ ഉണ്ടാകൂ, ലാഭം നല്ലതേ വരുള്ളൂ. നല്ലത് കാണൂ, നല്ലത് സംഭവിക്കും. ശുഭം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ജ്ഞാനക്കണ്ണ് കിട്ടണം. ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ ആവശ്യം അതാണ്. അല്ലെങ്കിൽ അമംഗള അയ്യോ രാമനെ കാട്ടിൽ പോയി സീതയെ കൊണ്ടുപോയി, നമുക്ക് അമംഗളെ കാണാൻ പറ്റും. ജ്ഞാനത്തിൻ്റെ ദൃഷ്ടികോണിൽ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ ആത്മാക്കളാണ് ആ സീതമാർ, നമ്മളാണ് രാവണൻ്റെ പിടിയിൽപ്പെട്ടെ. ഇത് സമയമാണ്, പരമാത്മാ രാമൻ വന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടി? നമ്മൾ ആത്മാക്കളെ രാവണൻ്റെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ. ഇതാണ് സമയം നമുക്ക് അല്ലേ. ഈ സമയത്തിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ ബാറ്ററി ചാർജ് ഇറങ്ങിയത് കൊണ്ടാണ്, ഫുൾ ഡിസ്ചാർജ്ഡ് ആയതുകൊണ്ടാണ് പരമാത്മാ രാമൻ വരുന്നത്.
നമുക്ക് ചാർജ് തരുന്നത്, നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്, അതാണ് ഏറ്റവും വലിയ മംഗളകരമായ കാര്യം അല്ലേ. അപ്പോൾ സ്വദർശനം, അതേപോലെ ചക്രത്തെ വേറെ നമ്മളെവിടെ കാണിച്ചിട്ടുണ്ട്, ചക്രമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സ്വദർശന ചക്രം വിഷ്ണുവിൻ്റെ കയ്യിലും കൃഷ്ണൻ്റെ കയ്യിലും ഒക്കെ ആയുധമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്വദർശന ചക്രം ഇതിനെ ആയുധമായിട്ട് ഉപയോഗിച്ച് അസുര നിഗ്രഹം നടത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്, ശത്രുക്കളെ സംഹരിക്കാൻ അല്ലേ. ഭഗവാൻ പറയുന്നത്, മക്കളെ സ്വദർശന ചക്രം കറക്കൂ. ഏത് ചക്രം? ഞാൻ എവിടെയായിരുന്നു അല്ലേ, വീട്ടിൽ നിന്ന് ഭഗവാന്റെ അടുത്തുനിന്ന് വന്നപ്പോൾ മുതൽ ഇവിടേക്ക് നാടകശാലയിൽ ഇറങ്ങി വന്നപ്പോൾ അല്ലേ, നമ്മുടെ ജീവിതം അയോധ്യയിലെ ജീവിതമായിരുന്നു. ഇപ്പം പതുക്കെയാണ് നമ്മൾ കാട് കയറിയത് അല്ലേ, പിന്നാണ് രാക്ഷസീയ ജീവിതത്തിലേക്ക് വന്നത്. ഇപ്പം എന്തായി? പരമാത്മാ രാമൻ വന്നിരിക്കുകയാണ്, ചാർജ് ചെയ്യാനുള്ള ടൈമാണ് അല്ലേ. അപ്പം നമ്മൾ സതോ ഗുണിയിൽ നിന്ന് രജോ ഗുണിയിൽ നിന്ന് തമോ ഗുണിയായ നമ്മുടെ ഈ 3 അവസ്ഥകളെ കാണിക്കാൻ ഭഗവാൻ പറയണ ഈ സുദർശനം ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ ഇപ്പം എന്താ ഗുണം? ശത്രു സംഹാരം നടത്താം. ബ്രഹ്മ വിഷ്ണു ശങ്കർ 3 കാര്യങ്ങൾ ചെയ്യണ്ടേ. അപ്പം നമുക്ക് സംഹാരകാര്യം എന്തിനെ സംഹരിക്കുക? നമ്മുടെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ അസുരന്മാർ വരുമ്പോൾ, ഒന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന അസുര സ്വഭാവങ്ങൾ. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ രാവണത്തലകളുണ്ടല്ലോ. കാട് പുറത്തൊന്നും അല്ലല്ലോ, കാട് എവിടെയാണ്? മനസ്സുകൾക്കുള്ളിൽ ഉള്ള, ഇവിടെ കാടായി മാറി. രാക്ഷസന്മാരൊക്കെ ഇവിടെയാണല്ലോ അല്ലേ. ക്രോധത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, അസൂയയുടെ, വെറുപ്പിൻ്റെ, പ്രതികാരത്തിൻ്റെ അല്ലേ. ഈ സ്വഭാവങ്ങൾ, ഓരോ രാവണത്തലകൾ പുറത്തു വരുമ്പോൾ നമുക്ക് നമ്മളുടെ ഉള്ളിലെ ആ രാവണ സ്വഭാവങ്ങളെ സംഹരിക്കാൻ ഏതു നമ്മളെ സഹായിക്കും? ഈ ചക്രത്തിൻ്റെ അറിവ്, ജ്ഞാനത്തെ ജ്ഞാനാസന എന്നതുകൊണ്ടാണ് ഗീതയിൽ ഭഗവാൻ പറയാൻ കാരണം. ജ്ഞാനം ഉപയോഗിച്ച്, ജ്ഞാനബലം ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തെറ്റുകളിൽ നിന്ന് പിന്തിരിയാൻ പറ്റും, ശരികളിലൂടെ സഞ്ചരിക്കാൻ കഴിയും. സതോ ഗുണങ്ങളുടെ പ്രാക്ടീസിലൂടെ തമോ ഗുണി സ്വഭാവത്തെ അതിജീവിക്കുക. അതാണ് ചക്രം ഉപയോഗിച്ച് സംഹരിക്കുക. ചക്രത്തിൻ്റെ ജ്ഞാനം കൊണ്ട് നമ്മൾ സതോ ഗുണികളായിരുന്നു. ആ സ്മൃതിയാണ് എന്താ പറയുക? ചക്രം കറക്കുക മീൻസ് ബോധവാനാകൂ പറയാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാൻ പറയണേ, സ്വദർശന ചക്രം കറക്കൂ. ജ്ഞാനത്തെ ബുദ്ധിയിൽ ഉപയോഗിച്ച് ഫുൾ ഡേ നമ്മൾ എവിടെയാണെങ്കിലും, നമ്മുടെ അകത്തുനിന്ന് വരും രാവണന്മാർ, ചില രാവണന്മാർ പുറത്തുനിന്ന് വരും അല്ലേ. നമുക്ക് മുന്നിൽ പലതരത്തിലുള്ള വിഘ്നങ്ങളും പ്രതിസന്ധികളും വരും അല്ലേ. പലതരത്തിലുള്ള രാവണ സ്വഭാവത്തോടു കൂടി പല ആൾക്കാർ നമ്മുടെ മുന്നിൽ വരും. പക്ഷെ അപ്പോഴൊക്കെ ഭഗവാൻ എന്താ പറയണേ? മക്കളെ, സ്വദർശന ചക്രം കറക്കും. ഞാനാരാ? ശാന്തസ്വരൂപാത്മാവ്. ഞാനാരാ? ശക്തി സ്വരൂപാത്മാവ്. ഒരാൾ ക്രോധിയായിട്ട് വരുമ്പോൾ ഭഗവാൻ എന്താ പറയണേ? ഞാൻ ശാന്തസ്വരൂപാത്മാവാണ്. എൻ്റെ കയ്യിൽ ശാന്തിയുടെ ശക്തിയുണ്ട്, എൻ്റെ കയ്യിൽ വിനയത്തിൻ്റെ ശക്തിയുണ്ട്. അതുപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യുക? എൻ്റെ മുന്നിൽ വരുന്ന ശത്രുവിനെ സംഹരിക്കുക എന്ന് പറഞ്ഞാൽ ആളിനെ ഇല്ലാണ്ടാക്കുക എന്നല്ലല്ലോ. ആൾ ദേഷ്യത്തോടെ വരുമ്പോഴും ആ ദേഷ്യത്തിൻ്റെ പ്രഭാവം എൻ്റെ മേലെ വരാതിരിക്കാൻ, മറ്റൊന്ന് അവരുടെ തന്നെ ദേഷ്യത്തെ തണുപ്പിക്കാൻ, തീ അണയ്ക്കാൻ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കും മക്കളെ. അതാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് ഈ കാലചക്രത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് സുദർശനമാണ്. ഭഗവാൻ പറയുന്ന മറ്റൊരു കാര്യം, ഈ നാടകത്തിൽ എല്ലാ പാർട്ടുധാരികളുടെയും നല്ലത് മാത്രമേ നിങ്ങൾ കാണാവൂ, സുദർശനമേ ചെയ്യാവൂ. ഓരോരുത്തരിലും നമ്മൾ വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് 40 പേരോടൊപ്പം ഇടപഴകണമെങ്കിൽ ഭഗവാൻ പറയുന്ന മക്കളെ, നാടകമാണ്, ജീവിത നാടകമാണ്. എൻ്റെ മക്കൾ ഈ നാടകത്തിൽ ഒരു അഭിനേതാവാണ്. നിങ്ങൾ ഓരോ അഭിനേതാക്കളും അവരവരുടെ ഭാഗമാണ് ഈ നാടകത്തിൽ അഭിനയിക്കണം. ബാക്കി നിങ്ങൾ അഭിനയിക്കുന്നത് അല്ല, ഏത് കഥാപാത്രം, അച്ഛനെന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് ജീവൻ കൊടുത്തിരിക്കണം നിങ്ങൾ ആത്മാവാ. അമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് ജീവൻ പകരുന്നത് ആത്മാവാകുന്ന അഭിനേതാവാ. അപ്പോൾ ഭഗവാൻ പറയുന്നത്, മക്കളെ, നിങ്ങൾക്ക് എന്തൊക്കെ റോളാണോ അഭിനയിക്കാൻ കിട്ടിയിരിക്കുന്ന ഈ നാടകശാലയിൽ, അവരവരുടെ ഭാഗം ഏറ്റവും നന്നായി അഭിനയിക്കും. ഹോംവർക്ക് നോട്ട് ചെയ്തോളൂ. എന്ത് ചെയ്യണം? അവരവരുടെ ഭാഗം ഏറ്റവും നന്നായി അഭിനയിക്കുക. രണ്ടാമത് ഭഗവാൻ പറയുന്ന ഈ നാടകത്തിൽ ഓരോരുത്തർക്കും അവരവരുടെ പാർട്ടാണ്. ഈ CD ക്കുള്ളിൽ എൻ്റെ പാർട്ട് റെക്കോർഡഡ് ആണ്.
കാരണം കാലചക്രമല്ലേ, അനാദി ചക്രമാണല്ലോ. അനാദിയായ കാലത്തിൽ നമ്മൾ ഓരോ ആത്മാവിൻ്റെ ഉള്ളിലും നമ്മുടെ ഓരോരുത്തരുടെയും റോള് ഇതിലുണ്ട്. എല്ലാ റെക്കോർഡും, ഫുൾ റെക്കോർഡ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. എന്താണോ റെക്കോർഡഡ് ആയിട്ടുള്ളത് അതാണ് പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. റെക്കോർഡായത് പ്ലേ ആക്കുക. അതുകൊണ്ട് ഭഗവാൻ പറയണ നത്തിങ് ന്യൂ. മക്കളെ, പുതിയതായിട്ടൊന്നും നടക്കുന്നില്ല ഇവിടെ. നിങ്ങൾ പേടിക്കുകയും വേണ്ട, പരിഭ്രമിക്കുകയും വേണ്ട. എന്ത് പുതിയ കാര്യം ചെയ്യുമ്പോഴും അടുത്ത ഹോംവർക്ക് നോട്ട് ചെയ്തോളൂ. എന്ത് പുതിയ കാര്യം ചെയ്യുമ്പോഴും ഓരോ ദിവസം ആരംഭിക്കുമ്പോഴും നാളെ എന്താകും ബേജാറ് വേണ്ട. ഭഗവാൻ പറയണ മക്കളെ, ഈ നാടകത്തിൽ നാളെ എന്ന് പറയുന്ന അനവധി തവണ നിങ്ങൾ അഭിനയിച്ച് കടന്നു പോയ നാടകമാണ്. ചക്രീയമല്ലേ, നോക്കൂ. ആ ചക്രത്തിൽ നിങ്ങൾ വീണ്ടും കറങ്ങുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പം നമുക്കെല്ലാം പുതിയതായിട്ട് തോന്നുകയാണ്, നിത്യം നൂതനമായിട്ട് തോന്നുകയാണ്. തനി ആവർത്തനമാണ് സംഭവിക്കണം. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇതെല്ലാം നിങ്ങൾ ക്രോസ് ചെയ്തതാണ്, അഭിനയിച്ചതാണ്. പക്ഷേ സുദർശനം എന്ത് ചെയ്യണം? നമ്മുടെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ അഭിനേതാവിൻ്റെ പാർട്ടും ഒന്ന് ഭഗവാൻ പറയുന്ന അവരെ അഭിനേതാവായിട്ട് കാണും. അവരുടെ ഭ്രൂമധ്യത്ത് തിളങ്ങുന്ന ആത്മാവിനെ കാണും. രണ്ടാമത്തെ, ആ ആത്മാവിൽ റെക്കോർഡഡ് ആയിട്ടുള്ള പാർട്ടുണ്ട്. ആ പാർട്ടാണ് അവർ ആ വസ്ത്രത്തിലൂടെ അഭിനയിക്കണേ. നിങ്ങളുടെ പാർട്ട് വേറെ, അവരുടെ വേറെ. ഒരു നാടകത്തിൽ ഇപ്പം 800 കോടിയാണ് അഭിനേതാക്കൾ. 800 കോടി ഒരേ പോലെ പാർട്ട് അഭിനയിച്ച് എങ്ങനെ ഉണ്ടാവും? നാടകത്തിന് വല്ല ഭംഗിയുണ്ടോ? ഇല്ല. 800 കോടി ജനങ്ങൾക്ക് 800 കോടി പാർട്ട്, വേറെ വേറെ അഭിനയ ഭാഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരെ അഭിനയിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നാടകത്തിന് ഭംഗിയുള്ളത്. അതുകൊണ്ടാണ് ഈ നാടകത്തിന് ഭംഗി. വെറൈറ്റി പൂക്കളല്ലേ പൂന്തോട്ടത്തിൽ. എല്ലാ പൂ ഒരേപോലെ ഉണ്ടാവുമോ? ഒരേപോലെ ഇരുന്നാൽ എന്താ? വെറൈറ്റിയാണ് മനുഷ്യന് എപ്പോഴും ഇഷ്ടം. അതേപോലെ നമ്മൾ ആത്മാക്കളുടെ റോളുകളും വ്യത്യസ്തമാണ്, അഭിനയ രീതികളിലും വ്യത്യാസമുണ്ട്. പക്ഷേ നമുക്കൊരു കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മളെവിടെ ജീവിക്കുന്നു അവിടെ ചേർന്ന് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഓരോരുത്തരെയും ഭഗവാൻ പറയണത് സുദർശനം, അവരുടെ പ്ലസ്സുകൾ കാണും. എന്തൊക്കെ നല്ലതുണ്ടെന്ന് കാണും. അപ്പോഴേ നിങ്ങൾക്ക് ചേർന്ന് പോകാൻ പറ്റും. അടുത്തത് ഭഗവാൻ പറയണേ, അവരായിട്ട് കാണും. നിങ്ങളുമായിട്ട് അവരെ താരതമ്യപ്പെടുത്തരുത്, മറ്റൊരാളുമായിട്ടും താരതമ്യപ്പെടുത്തരുത്. നിങ്ങൾ ഞാൻ വിചാരിക്കണോ ഒരിക്കലും അല്ല. നമ്മൾ വിചാരിക്കണമല്ല നമ്മുടെ മകനോ മകളോ പോലും ആകുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ വിചാരിക്കുക എൻ്റെ മോനല്ലേ. നമ്മൾ തിരിച്ചറിഞ്ഞല്ലോ അതിൻ്റെ ഉള്ളിലെ CD വേറെയാണ്. CD പ്ലെയർ മാത്രമാണ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്ത് കൊടുത്തത്. അത് റെക്കോർഡഡ് CD ആയിട്ട് വന്നിരിക്കുക. ഓരോ ആത്മാവും അവരവരുടെ സഞ്ചിയും കൊണ്ട് വന്നിരിക്കുക അല്ലേ. എന്തിന്? നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ മോൻ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ ആകണില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആകണില്ല. നമ്മളാകണുണ്ടോ നമ്മൾ വിചാരിക്കണ പോലെ? അത് നോക്കിയാൽ മതി. ഞാൻ വിചാരിക്കുന്നത് പോലെ എനിക്കാകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മളിൽ 100% സംതൃപ്തരാണോ? നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ വിചാരങ്ങൾ എന്തൊക്കെയാണ്? അല്ല, നമ്മൾ വിചാരിക്കും എനിക്ക് ഡെയിലി രാവിലെ എക്സർസൈസ് ചെയ്യണം, വിചാരിക്കും. എത്ര ദിവസം ചെയ്യും? ഡെയിലി എനിക്ക് മെഡിറ്റേഷൻ ചെയ്യണം, ഡെയിലി സത്സംഗം കേൾക്കണം, ഞാൻ നല്ലതേ പറയൂ, ഒരിക്കലും ദേഷ്യപ്പെടില്ല, എല്ലാം നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കണ പോലെ നമ്മളാവണുണ്ടോ? നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലില്ല, നമ്മുടെ നാവ് നമ്മുടെ നിയന്ത്രണത്തിലില്ല അല്ല. നമ്മുടെ ഏത് കർമ്മേന്ദ്രിയം നമ്മുടെ നിയന്ത്രണത്തിൽ 100% ഉണ്ട്. എനിക്ക് എൻ്റെ കർമ്മേന്ദ്രിയങ്ങളെപ്പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ എന്തിനാ മറ്റുള്ളവരെല്ലാവരും ഞാൻ വിചാരിക്കണ പോലെ ആകണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? എനിക്ക് എന്നെ നടത്തിക്കാനേ പറ്റണില്ല അല്ലേ. എനിക്ക് എന്നിലെ മാറ്റം ധാരാളം കൊണ്ടുവരാനുണ്ട്. അതിനുള്ള സമയമാണിത്. അതുകൊണ്ട് ടൈം എന്താണ്? സ്വപരിവർത്തനം. വാച്ച് നമ്മളോട് എന്താ പറയണേ? വിശ്വഘടികാരം വിളിച്ചു പറയണ മക്കളെ, ഇത് മുഹൂർത്തമാണ്. എന്തിന്? സ്വപരിവർത്തനത്തിനുള്ള മുഹൂർത്തം. ബാറ്ററി ചാർജ് എന്ന് പറഞ്ഞാൽ സദോ ഗുണിയാകാനുള്ള മുഹൂർത്തമാണ്. അതാണ് നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്ന ഈ സമയത്ത് ഹോംവർക്ക് ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് ബ്രഹ്മബാബ ഈശ്വരൻ എന്തൊക്കെ ഹോംവർക്ക് കൊടുത്തോ അതെല്ലാം അതേപോലെ ചെയ്തു. തൻ്റെ പാർട്ട് ഫസ്റ്റ് ക്ലാസ് ആയിട്ട് അഭിനയിച്ചു, സദോ ഗുണിയായിട്ട്. അതിലൂടെ നിറയെ പേർക്ക് പ്രേരണ കൊടുത്തു. അതാണ് ചിത്രം കാണുന്നത്. തുടക്കത്തിലൊരു 400 പേര് പരമാത്മാ നൽകിയ ആജ്ഞയനുസരിച്ച് ബ്രഹ്മബാബ ബെസ്റ്റ് പാർട്ട് പ്ലേ ചെയ്തു. 400 കുട്ടികളും
400 തരക്കാരായിരുന്ന എല്ലാവരുടെയും പ്ലസ്സുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, സുദർശനേ ചെയ്തിട്ടുള്ളൂ. പിന്നെയോ ബ്രഹ്മബാബ സുദർശന ചക്രം ഉപയോഗിച്ചു അസുര നിഗ്രഹത്തിന്. വിരോധികളും എതിർപ്പ് കൊണ്ടും എല്ലാം ഓരോരുത്തർ വന്നപ്പോൾ ജ്ഞാനം കൊണ്ട് തന്നെ, ജ്ഞാനബലത്താൽ പരമാത്മാവിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് തന്നെ സദോഗുണിയായിട്ട് തന്നെ ബിഹേവ് ചെയ്തു. അതുകൊണ്ട് ഈ സമയമാണ് നമുക്കെല്ലാവർക്കും എന്ത് ചെയ്യണം? ഇതേ അഹിംസാ യുദ്ധമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇവിടെ യുദ്ധം നടക്കണം, സൂക്ഷ്മയുദ്ധം ഇവിടെ നടക്കും അകത്ത്. നമുക്ക് യുദ്ധഭൂമിയായി മാറിയ നമ്മുടെ മനസ്സിനെ അയോധ്യയാക്കി മാറ്റണം. ആത്മാവാകുന്ന രാമൻ എവിടേക്ക് തിരിച്ചു വരണം? അല്ലേ? അയോധ്യയിലേക്ക് മടങ്ങി വരണം. ഇപ്പം കുറച്ച് സംഘർഷങ്ങളുടെ മനസ്സല്ലേ? ഈ സംഘർഷം നിറഞ്ഞ മനസ്സുകൾ വീട്ടിലും. അപ്പോൾ വീടെന്തായി? 4 പേരുടെ മനസ്സ് സംഘർഷണേ, വീട് യുദ്ധഭൂമിയായി. അതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. യുദ്ധം 2 തരത്തിലാണ് നടക്കുന്നത്. ഒന്ന് സ്ഥൂല യുദ്ധവും മറ്റൊന്ന് സൂക്ഷ്മയുദ്ധവും. സ്ഥൂലമായ യുദ്ധം നമുക്കറിയാം. ടോട്ടൽ നമുക്ക് ചുറ്റുപാട് നോക്കുമ്പോൾ സ്ഥൂലമായ യുദ്ധങ്ങളും നാശങ്ങളും കെടുതികളും അല്ലേ? ഈ കലിയുഗി കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ അവസ്ഥ നമ്മൾ നമ്മുടെ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൂടെ അല്ലേ പരിവർത്തനവും സംഭവിക്കും. പിന്നെ അടുത്ത യുദ്ധം ഏതാണ്? പരമാത്മ നയിക്കുന്ന, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന യുദ്ധം സൂക്ഷ്മയുദ്ധമാണ്. ത്രിമൂർത്തി കർത്തവ്യമാണ്. ബ്രഹ്മ, വിഷ്ണു, ശങ്കരനാകും. അപ്പോൾ ഈ യുദ്ധത്തിൽ നമുക്ക് ജയിക്കാനുള്ള ടൈമാണിത്. സഹായിക്കാൻ ആരുണ്ട് കൂടെ? സ്വയം പരംപിത പരമാത്മാവുണ്ട്. നമ്പർ 1 ആയിട്ട് യുദ്ധം ചെയ്ത് ജയിച്ച് ബ്രഹ്മബാബയുടെ ജീവചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ബ്രഹ്മബാബയെ ഫോളോ ചെയ്ത ആദ്യത്തെ 400 പേര് അവർ ഇന്ത്യയുടെ നാനാഭാഗത്തും പോയിട്ട് ഇപ്പോൾ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഓരോരുത്തരും വീടുകളിലിരുന്ന ഈ ധർമ്മയുദ്ധം ചെയ്യുകയാണ്. കാട് കയറിപ്പോയ ധാർമ്മികത, നഷ്ടപ്പെട്ടുപോയ ധർമ്മത്തെ, ധാരണകളെ, സദോ ഗുണങ്ങളെ തിരിച്ചു കൊണ്ടുവരുക. തമോ ഗുണിയിൽ നിന്ന് ഭഗവാൻ പറയുന്ന ഹോംവർക്ക് ഇതാണ്: തമോ ഗുണിയിൽ നിന്ന് സദോ ഗുണിയാക്കും. പതിത അവസ്ഥയിൽ നിന്ന് പാവനമാകും മക്കളെ. കറുത്തവരിൽ നിന്ന് വെളുത്തവരായിട്ട് മാറും മക്കളെ. പതിതാത്മാവിനെ പാവനമാക്കാനുള്ള സമയമാണിത്. രാമൻ വന്ന് സ്പർശിക്കുകയാണ്. കല്ലുബുദ്ധികളെ പവിഴബുദ്ധികളാക്കി മാറ്റുന്ന ടൈമാണ്. അതാണ് ഈ മംഗളകാരിയായ സംഗമയുഗത്തിൻ്റെ പ്രത്യേകത. കാരണം ഇതോടുകൂടി ഒരു കൽപ്പം, 4 യുഗവും കൂടെ ചേരുമ്പോൾ അതിനെ ഒരു കൽപ്പം എന്നാണ് പറയുക. ഇത് കൽപ്പാന്ത്യവേളയാണ്. ഒരു കൽപ്പം പൂർത്തിയാക്കാണ്, അടുത്ത കൽപ്പം ആരംഭിക്കാൻ പോവാണ്. അതിൻ്റെ ഇടയിലുള്ള സംഗമ സന്ധ്യയാണിത് അല്ലേ? അപ്പോൾ ഇന്നത്തേക്ക് എന്താ നമുക്ക് ഹോംവർക്ക് കിട്ടിയിരിക്കുന്നത്? എന്താ ഹോംവർക്ക്? അയോധ്യയിലേക്ക് മടങ്ങി വരണം. യുദ്ധമില്ലാത്ത മനസ്സിനുടമകളായിട്ട് നമുക്ക് മാറണം. അതിനു വേണ്ടി എന്ത് ചെയ്യണം? സ്വദർശന ചക്രം കറക്കണം. സ്വദർശന ചക്രം കറക്കിയിട്ട് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുകയാണ്? സ്വദർശനത്തിൽ വാച്ചിൽ സമയം എത്രയായി? വിശ്വഘടികാര വാച്ചിൽ ഇപ്പം നോക്കൂ, വാച്ചിലേക്ക് നോക്കിയാൽ 8 മണിയായി. ഈ വാച്ചിൽ 8 മണിയായി. വിശ്വഘടികാരത്തിൽ ഇപ്പം എത്രയും സമയം? വിശ്വഘടികാരത്തിൽ എത്രയും സമയം? ഇനി കൊറോണ കാലം എന്ന് പറയൂ. ഏതാ കാലം? സംഗമയുഗം. കലിയുഗത്തിൻ്റെ തന്നെ ലാസ്റ്റ് നാളുകളാണ്. ഈ ബാറ്ററി ചാർജിങ്ങിൻ്റെ ടൈമിൻ്റെ പേരാണ് സംഗമയുഗം. ഇനി പറയൂ, നമ്മളൊക്കെ കലിയുഗികളല്ലേ, മനുഷ്യരല്ലേ? അല്ല, ഇപ്പം നമ്മളാരാ? സംഗമയുഗികളാണ്. നമ്മളാരാ? ഭഗവാന്റെ മക്കളാ. ഈ സമയം മുഹൂർത്തം എന്താ? എന്തിനുള്ള മുഹൂർത്തം? നോട്ട് ചെയ്തോളൂ. മുഹൂർത്തം എന്തിനുള്ളതാണ്? ബാറ്ററി റീചാർജ് ചെയ്യാൻ, ഫുൾ ചാർജ് ചെയ്യാനുള്ള ടൈം. ഫുൾ ചാർജ് ചെയ്യാം. കാരണം അങ്ങനെ ഫുൾ ചാർജ് ചെയ്ത ബാറ്ററിയാണ് ബ്രഹ്മബാബ. ഫുൾ ചാർജ്ഡ് ബാറ്ററി. ഭഗവാനെ പോലെയായി മാറി. ബ്രഹ്മബാബയെ ഫോളോ ചെയ്ത് ഫുൾ ചാർജ്ഡ് ബാറ്ററീസായിട്ട് മാറിയ അനേക യോഗികളുണ്ട്. ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ മഹായോഗികളെ നിങ്ങൾക്ക് പലരെയും പരിചയപ്പെടാനുള്ള അവസരം കിട്ടും.
ഫുൾ ചാർജ്ഡ് ബാറ്ററിയായി. അപ്പം നമുക്ക് ഓരോരുത്തർക്കും അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ സമയമാണ്. വിശ്വഘടികാരത്തിൽ വാച്ചിൽ നോക്കി മുഹൂർത്തത്തിനുള്ള കാര്യമല്ല ചെയ്യണ്ടേ. അതുകൊണ്ട് ഈ സമയം, സൃഷ്ടിയുടെ ഈ ടൈം, ഈ മംഗളമുഹൂർത്തം ബാറ്ററി റീചാർജിങ്ങിനുള്ള ടൈമാണ്. റീചാർജ് ചെയ്യാം അല്ലേ? ഹോംവർക്ക് എന്തെഴുതും? ഹോംവർക്ക് എന്ത് നോട്ട് ചെയ്തു? ഒന്ന് സുദർശനം ചെയ്യണം. സുദർശനം നാടകമാണ്, എല്ലാവരും അഭിനേതാക്കളാണ്. ഓരോ അഭിനേതാവിൻ്റെയും പ്ലസ്സുകൾ കാണണം. ഇന്ന് മുതൽ പുതിയ കണ്ണട വയ്ക്കണം എല്ലാവരും, സുദർശന കണ്ണട. വേറെ കടയിലൊന്നും പോയി വാങ്ങണ്ട, കണ്ണട മാറ്റാനുള്ള ദിവസമാണ്. എല്ലാവരുടെയും നല്ലത് കാണും. അതാണ് ഫസ്റ്റ് ഹോംവർക്ക്. രണ്ടാമത്തത് ഏതാണ്? എല്ലാവരിലും പ്ലസ്സും മൈനസും ഉണ്ടാവും. പക്ഷേ നമ്മൾ നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ പ്ലസ് കാണുക തന്നെ വേണം. കണ്ടാലേ അവരുടെ കൂടെ സ്നേഹമായിട്ട് പോകാൻ പറ്റും. രണ്ടാമത്തെ ഹോംവർക്ക്. രണ്ടാമത്തത് ഏതാണ്? സ്വദർശന ചക്രധാരിയാക്കണം. ആയുധം ഉപയോഗിക്കണം. സ്വദർശനം ഏതാ ചക്രം? കാലചക്രത്തിൻ്റെ അറിവ് ബുദ്ധിയിൽ വയ്ക്കുക. ഈ സൃഷ്ടി നാടകത്തിൽ അല്ലേ, നമ്മൾ വീട്ടിൽ നിന്ന് ഭഗവാന്റെ അടുത്തുനിന്ന് വന്ന് 4 യുഗങ്ങളിലൂടെ 4-ാം ഭാഗത്തിലെത്തി നിൽക്കുകയാണ്. ഈ 4-ാം ഭാഗത്തോടു കൂടി അല്ലേ നമ്മുടെ നാടകം ഇവിടെ പൂർത്തിയാക്കുകയാണ്. പരമാത്മാ അച്ഛൻ വന്നിരിക്കുകയാണ്. എന്തിനാ വന്നിരിക്കണേ? നാടകം കളിച്ച് ക്ഷീണിച്ചു പോയി അഴുക്ക് പിടിച്ച് നമ്മളെ ക്ലീൻ ചെയ്യാൻ. കുട്ടികളൊക്കെ അങ്ങനെയല്ലേ, രാവിലെ കളിക്കാൻ പുറത്ത് പോകുമ്പോൾ ഫ്രഷ് ആയിട്ട് പോവുക. നാടകം കളിച്ച് കഴിയുമ്പോഴേക്കും കരഞ്ഞ് വിളിച്ച് ചിലപ്പോൾ കളിക്കളത്തിൽ അടിയൊക്കെ കൂടി ഡ്രസ്സൊക്കെ അഴുക്കാക്കി അല്ലേ, ചിലപ്പോൾ കൂടെയുള്ളവരുടെ കൂടെയൊക്കെ തല്ലുകൂടി എന്നിട്ടല്ലേ വരിക. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ ജോലിയാണ് എന്ത് ചെയ്യേണ്ടത്? കഴുകിക്കേണ്ടത്, സാന്ത്വനപ്പെടുത്തേണ്ടത് അല്ലേ. അതേപോലെ ഈ സമയം എന്താണ് അല്ലേ, 4 യുഗങ്ങളിലൂടെ നാടകം കളിച്ച നമ്മൾ അഴുക്ക് പിടിച്ചിട്ടുണ്ട്. ആത്മാവിലും ശരീരത്തിലും കുറേ കരച്ചിലും പിഴിച്ചിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പരമാത്മ വരുന്ന സമയമാണിത്. അതാണ് ഈ സമയത്തിലെ പ്രത്യേകത. അതുകൊണ്ടാണ് ശാസ്ത്രത്തിൽ എന്ത് പറയണേ? യുഗം 4-ലും നല്ലു കലിയുഗം. ഇതാണ് ഭഗവാൻ ഈ നാടകശാലയിലേക്ക് ഇടപെടുന്ന ടൈം. ഈശ്വരൻ്റെ അവതരണം, ധർമ്മ സംസ്ഥാപനാർത്ഥം ഭഗവാൻ വരുന്ന ടൈം ഇതാണ്. വന്നിട്ട് എന്താ ചെയ്യണേ? ബാറ്ററി ചാർജ് ചെയ്യാനുള്ള വഴി പറഞ്ഞുതരാം. എന്താ വഴി? എന്താ? ആത്മാവാണെന്ന് മനസ്സിലാക്കി പരമാത്മാവായി എന്നെ ഓർമ്മിക്കൂ. മൂന്നാമത്തെ നമ്മുടെ ഹോംവർക്ക് സുദർശനം, പ്ലസ് കാണുക. രണ്ടാമത്തത് സുദർശനം, ജ്ഞാനം ഉപയോഗിച്ച് അല്ലെ നമ്മൾ നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ അസുര സ്വഭാവങ്ങളെയും നിഗ്രഹിക്കുക. മൂന്നാമത്തത് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണ്? ഈ സമയം അല്ല ചാർജ് ചെയ്യാനുള്ള ടൈം. അതുകൊണ്ട് മാക്സിമം ടൈം എന്ത് ചെയ്യുക? ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുക. ഇനി ബാറ്ററിയിൽ നിന്ന് ചാർജ് പോകുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. കഴിയുന്നതും ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സമയത്തെ ഉപയോഗിക്കുക. ചാർജ് ചെയ്യാൻ ടൈം ഉണ്ടല്ലോ അല്ലേ? സമയമില്ലാതൊന്നും ഇല്ലല്ലോ. വേറെ പകലൊന്നും സമയമില്ല, ഭയങ്കര ബിസിയാ സിസ്റ്റർ, എനിക്ക് 1 മിനിറ്റ് പോലും ഇല്ല എന്നുള്ളവർ രാവിലെ നേരത്തെ എഴുന്നേക്കും. ബ്രഹ്മമുഹൂർത്തത്തിൽ, അപ്പം തിരക്കാന്ന് പറയില്ലല്ലോ, ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ചാർജ് ചെയ്തിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം നമുക്ക് അല്പസമയം മെഡിറ്റേഷൻ ചെയ്യാം. ഹോംവർക്ക് നോട്ട് ചെയ്തല്ലോ അല്ലേ?